ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ അരി ഉഴുന്നൊക്കെ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കില്ലേ, അങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡലിയും ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ മിക്സി ജാറിൽ മുഴുവനായിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതുപോലെ പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുക. മിക്സി ജാർ ചൂടാകാതെ അരച്ചെടുക്കുകയും ചെയ്യുക. ക്യൂബ്സ് ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കാൻ എടുക്കുന്ന ജാറ് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് അരിഞ്ഞു കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾ ഒരാഴ്ചക്കൊക്കെ ഇതുപോലെ കുറച്ചധികം മാവൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ ചില സമയത്ത് അത് പുളിപ്പ് വരാറുണ്ടല്ലേ. അത് ഒഴിവാക്കാനായിട്ട് 2 കണ്ടെയ്നറിൽ നമ്മൾ മാവ് ഒഴിച്ച് വെക്കുക കേട്ടോ. ഒന്നിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഒരു പാത്രത്തിലും സൂക്ഷിച്ച് വെക്കാനുള്ളത് വേറൊരു പാത്രത്തിലും എടുത്ത് വെക്കുക. അതുപോലെ എടുത്ത് വെക്കുന്ന സമയത്ത് അതിലൊരു വെറ്റിലയോ അല്ലെങ്കിൽ ഒരു വാഴക്കീറോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മാവ് പുളിച്ച് പോവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ ദോശമാവ് അരച്ച് വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന പോർഷനാണ് കേട്ടോ. നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വരുന്ന പോർഷൻ നമുക്ക് എത്ര ഉണ്ടാക്കിയാലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, അത് കളയും. എന്നാൽ കളയൊന്നും വേണ്ട, ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന ദോശമാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നത്. ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ കാരണം അത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഹാർപ്പിക്കാണ് ട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ലൈസോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നല്ല കിടിലൻ ക്ലീനിങ് ഏജൻറ്റ്സ് ആണ് കേട്ടോ. ദോശമാവാണെങ്കിലും നമ്മൾ വെറുതെ നല്ല കറ പിടിച്ച പാത്രത്തിലൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. വല്ലാണ്ട് അങ്ങ് ഒഴിച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ വേണ്ട കേട്ടോ. അതിൻ്റെ ടിപ്പൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗ്യാസ് ബർണറൊക്കെ ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി വരുന്നതാണ്. ബർണറൊക്കെ അടഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് വെറുതെ പാഴായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് സമയം നമ്മൾ ബർണറൊക്കെ മുക്കി വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ യാതൊരു അടപ്പോ കാര്യങ്ങളും ഇല്ലാതെ നന്നായിട്ട് ഫ്ലെയിം കത്തി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വോൾ ടൈലായാലും ഫ്ലോർ ടൈലായാലും അതുപോലെ തന്നെ കിച്ചൻ്റെ അടുപ്പിൻ്റെ ബാക്കിലുള്ള ടൈൽ ഏരിയയിൽ അവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ എണ്ണമയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിലും സിങ്കിലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എണ്ണമയം ഒക്കെ ഉണ്ട് കേട്ടോ സിങ്കിൽ. ഇത് നനച്ചുള്ളിപ്പണി എടുത്തിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സിങ്കിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എണ്ണമയം കാര്യങ്ങളും കറകളും ഒക്കെ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷമാണ് കഴുകി കളയുന്നത്. ഞാൻ ഈ പൈപ്പിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പാത്രമൊക്കെ സ്ഥിരമായിട്ട് കഴുകുന്നത് മൂലം ഈ സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ടൈലിലൊക്കെ നന്നായിട്ട് കറകളും അഴുക്കും ഒക്കെ പിടിച്ചിട്ടുണ്ട്. എണ്ണയും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും ഇത് നന്നായിട്ട് ക്ലീൻ ആയി വരില്ല. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പുതിയതായിട്ടൊരു ടൈല് വെച്ചതുപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നതാണ്. ഞാൻ ഈ സൊല്യൂഷൻ ടൈലിലും അതുപോലെ തന്നെ നമ്മളുടെ സിങ്കിലും പൈപ്പിലും ഒക്കെ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി കളയാവുന്നതാണ്. ഇത് ഇതുപോലെ സോക്കായി വരുമ്പോഴാണ് അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉരച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ വേണ്ട. ജസ്റ്റ് കൈ വെച്ചിട്ട് നമ്മൾ ഉരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി വരുന്നതാണ്. നിങ്ങൾക്ക് ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കയ്യിന് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരിച്ചെടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ.
അപ്പോൾ ഞാൻ ആ ദോശമാവിൻ്റെ ബാറ്റർ ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സിങ്ക് കഴുകാൻ മാത്രമല്ല, വാഷ് ബേസ് ആയാലും പാത്രങ്ങളായാലും നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു കിടിലൻ പവർഫുൾ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണമയമൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എണ്ണയും ഒഴുക്കും തന്നെ നമ്മുടെ സിങ്കിലായാലും ടൈലിലായാലും പൈപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള സിങ്ക് ആണെങ്കിൽ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഉരച്ചെടുക്കുന്നത്. അപ്പോൾ പൈപ്പിലുള്ള അഴുക്കൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇളകി നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ തന്നെ പുത്തൻ പോലെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല അഴുക്കും കറകളും എല്ലാം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അഴുക്കുള്ള സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ. നിങ്ങളെല്ലാവരും ദോശമാവ് ബാലൻസ് ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പൈപ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെളി നന്നായിട്ടുണ്ട്. അത് നമ്മൾ കൈവച്ച് ഉരച്ചു കൊടുക്കുന്ന സമയത്തൊന്നും പോവില്ല. നന്നായിട്ട് ആ കോർണറിലൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി ഞാനൊരു സൊല്യൂഷൻ ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ടൈലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ നേരത്തെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നില്ല, അവിടെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിരുന്നു. അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് കറകളൊക്കെ പോയിട്ട് നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഇൻഡക്ഷനിൽ സ്റ്റൗവിലൊക്കെ വെക്കുന്ന പാത്രങ്ങളിൽ ചായക്കറൊക്കെ ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ്. കറകളും എല്ലാം പോവും. എല്ലാവരും ഒന്നും അതും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലുള്ള വാട്ടർ ടാപ്പൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾക്കറിയാം ഇതിലുള്ള ഫിൽറ്റർ നമ്മൾ അഴുക്കുകളൊക്കെ അരിച്ചെടുത്തിട്ട് നല്ല വെള്ളമായിരിക്കും ഇതിലൂടെ വരുന്നത്. അപ്പോൾ കുറേ ദിവസം നമ്മളിത് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ ഈ ഹോളിൽ നന്നായിട്ട് അഴുക്കുകൾ പിടിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളം നല്ല സ്പീഡിൽ വരില്ല. വളരെ കുറവായിരിക്കും വെള്ളം വരുന്ന ഫ്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പ്ലംബർമാരെയോ ആരെയും തന്നെ വിളിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫിൽറ്റർ ഇതുപോലെ ഒന്ന് ടാപ്പിൽ നിന്നും ഊരിയെടുക്കുന്നുണ്ട്. ഞാനിത് ആഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊന്നും അഴുക്ക് കാണില്ല. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അഴിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അധികമൊന്നും അഴുക്കില്ല. ചെറുതായിട്ടൊരു 2, 3 ചെറിയ ചെറിയ പേസ്റ്റുകളൊക്കെ ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാട്ടർ ടാപ്പിൻ്റെ ഫിൽറ്റർ ഇതുപോലെ ഊരി ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയ്ക്കും നല്ല അഴുക്കുകളായിരിക്കും ഇതിലുണ്ടാവുക. കുറച്ച് അഴുക്കായാലും നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മളുടെ പൈപ്പിൽ വല്ലാണ്ട് അങ്ങ് വെള്ളം വരാണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും കുറച്ച് അഴുക്കുകളേ ഉള്ളൂ. എന്നാലും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അധികം അഴുക്കുകൾ ഉണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് സോഡയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനീഗറാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം ഇത് നന്നായിട്ട് പതഞ്ഞു പോകും. എന്നിട്ട് അതിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പുറത്തേക്ക് വരും കേട്ടോ. ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ അത്രയ്ക്ക് അഴുക്കൊന്നുമില്ല. നല്ല അഴുക്കുകൾ ഉള്ളതാണെങ്കിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ ഇട്ട് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അത് പോകുന്നതാണ്. പിന്നെ നമ്മൾ അല്ലാണ്ട് അങ്ങ് ഉരച്ച് ബുദ്ധിമുട്ടിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതുപോലൊരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിനി ഇത് സ്റ്റീൽ സ്ക്രബ്ബറോ ഒന്നും തന്നെ ഉപയോഗിച്ച് ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഈ ഒരു സൊല്യൂഷനിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. നന്നായിട്ട് നമുക്ക് അഴുക്കുകൾ പോയിട്ട് നന്നായിട്ട് കിട്ടുന്നതാണ്.
ഇനി ഞാനിതിൻ്റെ ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊന്നും അഴുക്കൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഞാൻ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ഇതിലധികം അഴുക്കൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു സംഭവം നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വാട്ടർ ടാപ്പ് ഇതുപോലെ ഫ്ലോയിൽ വെള്ളം വരുന്നില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട്, അത് ഞാൻ ഈ ഒരു സൊല്യൂഷനിൽ ബ്രഷ് ഇട്ട് മുക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ. അപ്പം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒരയ്ക്കുമ്പോൾ നന്നായിട്ട് ഇത് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു വാട്ടർ ടാപ്പിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് ഫ്ലോയിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അധികം ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.